സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ, ക്ഷേമനിധി പെൻഷനുകൾ, സ്ത്രീ സുരക്ഷാ പെൻഷനുകൾ, വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത. മെയ് മാസത്തിലെ ആനുകൂല്യ വിതരണം സംബന്ധിച്ചുള്ള സുപ്രധാന അറിയിപ്പുകളും പുതിയ മാനദണ്ഡങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളോടൊപ്പം തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ കൂടി എത്തിയിരിക്കുകയാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ജൂൺ മാസം മുതൽ ഏത് രീതിയിലാണ് നടത്താൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ പുതിയ സർക്കാർ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള അറിയിപ്പുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ മെയ് മാസം വരെയുള്ള സ്ത്രീ സുരക്ഷാ പെൻഷനുകളുടെയും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെയും വിതരണം സംബന്ധിച്ചുള്ള ഉത്തരവുകൾ പഴയ സർക്കാർ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിലെ 2000 രൂപ വീതമാണ് സ്ത്രീ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക. ഏപ്രിൽ മാസത്തിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ തുക എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തിലെ 1000 രൂപ വീതവും ബാങ്കിലെത്തും. ഇതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും സന്തോഷ വാർത്ത എത്തി. സർക്കാർ വാഗ്ദാനം അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ വിതരണം തന്നെയാണ്. സംസ്ഥാനത്ത് 2026 ഏപ്രിൽ മാസം വരെയുള്ള സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾക്ക് പുറമെ 8 ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യ വിതരണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏറ്റവും പുതിയ മാറ്റങ്ങളോടുകൂടി ഇനി വരാൻ പോകുന്നത് മെയ് മാസത്തിലെ പുതിയ സർക്കാരിന്റെ ആദ്യത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണമാണ്. അടിസ്ഥാന പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്നുള്ളതാണ് UDF പ്രകടന പത്രികയിലെ വാഗ്ദാനം. സാധാരണയായി എല്ലാ മാസങ്ങളിലും 20-ാം തീയതിയോടുകൂടി സേവന സൈറ്റ് പെൻഷൻ വിതരണത്തിനായി ക്ലോസ് ചെയ്യുകയും വിതരണ നടപടികൾ ആരംഭിക്കുകയും ഏകദേശം 25-ാം തീയതിയോടുകൂടി പെൻഷൻ വിതരണം അക്കൗണ്ടുകളിലേക്ക് ആരംഭിക്കുകയും ചെയ്യാറാണ് പതിവ്. എന്നാൽ പുതിയ സർക്കാർ അധികാരത്തിലെത്തുന്നതോടുകൂടി പെൻഷൻ വിതരണത്തിൽ ഉൾപ്പെടെ വമ്പൻ മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നത്. എല്ലാ മാസവും കൃത്യമായി തന്നെ അക്കൗണ്ടുള്ള ആളുകൾക്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും പെൻഷൻ കൃത്യമായി നൽകുമെന്നുള്ളതാണ് പുതിയ സർക്കാരിന്റെ വാഗ്ദാനം. പഴയ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി പെൻഷൻ വിതരണം നേരത്തെ തന്നെ ആരംഭിക്കാനാണ് സാധ്യതയുള്ളത്. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ 8 ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷനുകൾ സ്വീകരിക്കുന്ന ആളുകൾ 7.5 ലക്ഷത്തോളം വരുന്ന NSIP വിഭാഗത്തിൽപ്പെട്ട് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്കുള്ള വിതരണവും ആരംഭിക്കും. എന്നാൽ ഈ സാഹചര്യത്തിൽ നേരത്തെ LDF സർക്കാർ പ്രഖ്യാപിച്ച് വിതരണം ആരംഭിച്ചിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷനുകളുടെ വിതരണം നടക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഗുണഭോക്താക്കൾ ആശങ്കപ്പെടുന്നത്. LDF സർക്കാർ ആരംഭിച്ചിരുന്ന പദ്ധതിയായതുകൊണ്ട് തന്നെ പുതിയ UDF സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷനുകൾ മുടക്കം കൂടാതെ ലഭിക്കുമോ എന്നുള്ളത് ഈ മാസം മുതൽ തന്നെ അറിയാൻ കഴിയും. എല്ലാ വിഭാഗത്തിലും ഉൾപ്പെടുന്ന പെൻഷൻകാർക്ക് തുല്യമായി 3000 രൂപ വീതം അടിസ്ഥാന പെൻഷൻ നിശ്ചയിക്കുമെന്നുള്ളത് നേരത്തെ തന്നെ UDF പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. സാമൂഹിക സുരക്ഷാ പെൻഷന് പുറമെ വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശിക തീർത്തുള്ള ആനുകൂല്യ വിതരണം കൂടിയാണ് പുതിയ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നത്. കൂടുതൽ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്രയ്ക്ക് പുറമെ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുവജനങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കുന്നതിന് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ, മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ്, കാരുണ്യ ബെലവനന്റ് ഫണ്ട്, ശ്രുതി തരംഗം തുടങ്ങിയ പദ്ധതികൾ പുനരാരംഭിക്കും. BPL കുടുംബങ്ങളിലെ രോഗികൾക്ക് ഡയാലിസിസ് സൗജന്യമാക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ഷീ ഹോസ്പിറ്റലുകൾ ആരംഭിക്കും. ജിപ്മർ മാതൃകയിൽ ബില്ലില്ലാത്ത ആശുപത്രികൾ സ്ഥാപിക്കും. ആശുപത്രികളിലെത്തുന്ന രോഗികൾക്ക് ബെഡ് അവരുടെ അവകാശമാക്കും. പ്രത്യേക കാർഷിക ബജറ്റ് അവതരിപ്പിക്കും. റബ്ബറിന് 300 രൂപ തറവില ഉറപ്പാക്കുകയും സിയാൽ മാതൃകയിൽ റബ്ബർ കമ്പനി ആരംഭിക്കുകയും ചെയ്യും. നെല്ലിന് 35 രൂപ സംഭരണ വിലയും നാളികേരത്തിന് ഉയർന്ന തറവിലയും നൽകും. മത്സ്യത്തൊഴിലാളികൾക്കും KSRTC ഓട്ടോ ടാക്സി ഉടമകൾക്കും ഇന്ധന സബ്സിഡി നൽകും. തീരദേശ നിവാസികൾക്ക് പട്ടയം ലഭ്യമാക്കും. ക്ഷേമ പദ്ധതികൾക്കാണ് കൂടുതൽ മുൻതൂക്കം നൽകുന്നത്. വിശപ്പില്ലാത്ത കേരളത്തിനായി ഇന്ദിരാ ക്യാൻറ്റീനുകൾ ആരംഭിക്കും. 5 വർഷത്തിനുള്ളിൽ 5 ലക്ഷം പേർക്ക് വീട് നൽകും. ഭിന്നശേഷിക്കാർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷനിൽ 25% കൂടുതൽ തുക നൽകും. ആശാവർക്കർമാരുടെ വേതനം കുറഞ്ഞത് 700 രൂപയാക്കി വർദ്ധിപ്പിക്കും. പാവപ്പെട്ടവരുടെ വിവാഹങ്ങൾ കുറഞ്ഞ ചിലവിൽ നടത്തുന്നതിന് സ്നേഹസുമംഗലി കല്യാണ മണ്ഡപങ്ങൾ നിർമ്മിക്കും. അഴിമതി തടയാൻ സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ രൂപീകരിക്കും. തുടങ്ങി നിരവധി പ്രഖ്യാപനങ്ങളാണ് UDF സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപിച്ചിട്ടുള്ളത്. പഴയ സർക്കാർ മാനദണ്ഡങ്ങൾ പുതുക്കി ഏറ്റവും പുതിയ മാനദണ്ഡങ്ങളോടുകൂടി ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാവും ഇനി മുതൽ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ വിതരണം ആരംഭിക്കുക. ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഉടൻ പുറത്തുവരും. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.